ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ത്രില്ലർ റെക്കമെൻഡേഷൻസും ആയിട്ടാണ്. ഞാൻ ഇന്ന് ഇതിൽ പറയാൻ പോകുന്ന എല്ലാ ത്രില്ലറും തന്നെ ഞാൻ 4 to 5 സ്റ്റാർസ് നൽകിയ ത്രില്ലറാണ്. ഞാനൊരു റീഡർ എന്നുള്ള നിലയിൽ ഒരുപാട് എൻജോയ് ചെയ്ത ത്രില്ലേഴ്സ് ആണ്. ഐ ഹോപ്പ് യു ഗെറ്റ് എ ഫേവറേറ്റ് ഔട്ട് ഓഫ് ദിസ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അല്ലേ. ദ ഫസ്റ്റ് ബുക്ക് ഐ എം ഗോയിങ് ടു റെക്കമെൻഡ് ഈസ് ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ് ബൈ B.A. പാരിസ്. ദിസ് ഇസ് അബൌട്ട് എ കപ്പിൾ. ഇതൊരു ഡൊമസ്റ്റിക് ത്രില്ലർ ആണ്. ഗ്രേസ് ആൻഡ് ജാക്ക്. അപ്പൊ അവർ രണ്ടുപേരും റീസെന്റ് മാരീഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പിളാണ്. ജാക്ക് ഒരു ലോയർ ആണ്. അബ്യൂസ് നേരിടുന്ന വിമണിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോയർ. അവരുടെ ജീവിതം നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഗ്രേസ് ഒരു സോഷ്യൽ ഇവന്റ്സിലും പങ്കെടുക്കാറില്ല. ഈ ജാക്കിന്റെ കൂടെ അല്ലാതെ ഗ്രേസ് പുറത്തിറങ്ങാറ് പോലും ഇല്ല വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ഗ്രേസിന് ഒരു ഫോണോ എന്താ പറയുക ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റോ ഇല്ല. അതുകൊണ്ട് തന്നെ നെയ്ബേഴ്സ്, ഇവരെ കാണുന്ന നെയ്ബേഴ്സിന് എന്തൊക്കെയോ ഫിഷി ആയിട്ട് ഫീൽ ചെയ്യും. ഇത്രയും പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന ഈ ഒരു ഫാമിലി പെർഫെക്റ്റ് ആണോ? അതാണ് ഈ സ്റ്റോറിയുടെ പ്രെമിസ് വരുന്നത്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരു വൈൽഡ് പേജ് ടേണർ എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാൻ പറ്റും. ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ ഭയങ്കര ഈസി ആയിട്ട് വായിക്കാം. ടുവേർഡ്സ് ദ എൻഡ് ഒരു വലിയ മേജർ പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഇന്നും ശരിക്കും എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് എ ഫ്ലിക്കർ ഇൻ ദ ഡാർക്ക് ബൈ സ്റ്റേസി വില്യംസ്. സീരിയൽ കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ബുക്കാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ത്രില്ലർ ബുക്കാണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ ക്ലോയിയുടെ ഫാദർ ഒരു സീരിയൽ കില്ലറാണ്. അപ്പൊ അവരുടെ നാട്ടിൽ നിന്ന് കുറച്ച് പെൺകുട്ടികൾ മിസ്സിംഗ് ആവും. അങ്ങനെ പോലീസ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എത്തുന്നത് ഇവളുടെ വീട്ടിലാണ്. അപ്പോഴാണ് ഇവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് എവിഡൻസ് കിട്ടുന്നത് ഇവളുടെ ഫാദറിന് അഗെയിൻസ്റ്റ് ആയിട്ട്. നമ്മളുടെ ജീവിതത്തിൽ ഒരു മാതൃകയാവേണ്ട ഒരു വ്യക്തിയായിരുന്നു ഫാദർ. അപ്പൊ ആ ഒരു ഫാദർ സീരിയൽ കില്ലർ ആയതോടെ അവള് ആകെ തകർന്നു പോകും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവൾ ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് ഇവളൊരു തെറാപ്പിസ്റ്റ് ആയിട്ട് മാറുകയാണ്. അവളുടെ ഓഫീസിന് തൊട്ടടുത്തായിട്ട് 2 മിസ്സിങ്, ഇതേപോലെ 2 ഗേൾസ് മിസ്സാകും. ആ മിസ്സായതിൽ ഒരാൾ അവളുടെ പേഷ്യന്റ് കൂടാണ്. അപ്പൊ എന്തൊരു കോയിൻസിഡൻസ് അല്ലേ. അങ്ങനെ അവൾ അത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവളുടെ ഫാദർ ക്രൈം ചെയ്ത അതേ രൂപത്തിലാണ് ഈ ക്രൈംസും ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അതൊരു കോപ്പി കാറ്റ് കില്ലറാണ്. മുമ്പത്തെ ക്രൈംസും ഈ ക്രൈംസും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് അറിയാൻ നമ്മളും ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. നല്ലൊരു പേജ് ടേണർ ആണ്. അറ്റ് ദ എൻഡിങ് നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. ചിലതൊക്കെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ബട്ട് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ അത്രയും ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ബുക്കൊന്നുമില്ല. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഹൗസ് മെയ്ഡ് ബൈ ഫ്രീഡ മെക്ഫാഡൻ. ഈ ബുക്ക് നിങ്ങളെല്ലാവരും കാണാൻ ചാൻസ് ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ഹൈപ്ഡ് ആയ ഒരു ബുക്കാണ്. ഡാർക്ക് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ത്രില്ലർ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും ഹൈപ്പ് വേണോന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് ഓവർ ഹൈപ്ഡ് ആണെന്ന് തോന്നുന്നു. എനിവേ ദ സ്റ്റോറി ഇസ് അബൌട്ട് മില്ലി. അപ്പൊ മില്ലി ഒരു മെയ്ഡാണ്. മില്ലി ഇത്രയും കാലം ജയിലിലായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ ജയിലിൽ പോകേണ്ടി വന്നു. ജയിലിൽ ഇറങ്ങിയതിന് ശേഷം ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നീന അവളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നീനയും ആൻഡ്രിയും അവർ രണ്ടുപേരും ഹാപ്പിലി മാരീഡ് ആണ്. അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മെയ്ഡായിട്ട് വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മില്ലിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. പെട്ടെന്ന് അവൾ ശരിക്കും ഷോക്കാവും കേട്ടോ. കാരണം പെട്ടെന്ന് ജോലി കിട്ടി. അപ്പൊ അതിലെന്തോ ഒരു ഫിഷി ഫീലിംഗ് അവൾക്ക് ആദ്യമേ അടിച്ചിരുന്നു. അങ്ങനെ അവൾ ആ ജോലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അവൾക്ക് മനസ്സിലാവുക നീന ശരിക്കും ഒരു ബാഡ് ക്യാരക്ടറാണ്. അതേപോലെ തന്നെ അവളുടെ മകള് ഭയങ്കര സ്പോയിൽഡ് ആണ്. അപ്പോൾ നീന ഒരുപാട് ട്രബിള് ഈ മില്ലിയുടെ ലൈഫിൽ വരുത്തൽ തുടങ്ങി. ഒരുപാട് ട്രബിൾ ചെയ്യും. എന്നിട്ട് എന്താ പറയാ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള ലെവലിൽ നീന നിൽക്കും. അപ്പോഴൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യുന്നത് ആൻഡ്രിയോ ആണ്. ഫാമിലിയിൽ ഇവള് ട്രാപ്ഡ് ആവുകയാണ്. പിന്നെ കഥ പോകുന്നത് ഭയങ്കര ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് ലെവലിലാണ്. കാരണം ചില ദിവസങ്ങളിൽ ഇവള് രാത്രി എന്തൊക്കെയോ ഒച്ച കേട്ടൊക്കെ എണീറ്റിട്ട് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവൾക്കറിയാം എന്തൊക്കെയോ ഫിഷി ഫീലിംഗ് ആ ഫാമിലിയിലുണ്ട്. എന്തൊക്കെയോ ഡേഞ്ചറും മണക്കുണ്ടെന്ന് അവൾക്കറിയാം. അങ്ങനെയുള്ളൊരു ത്രില്ലറാണ്. മില്ലിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രേവ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബട്ട് ഭയങ്കര ഇൻട്രീഗിങ് ആയിരുന്നു അവളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സ്റ്റോറി വായിക്കുമ്പോൾ. പിന്നെ അവൾ അത്ര പെട്ടെന്നൊന്നും ആർക്കും എന്താ പറയാ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ചാലഞ്ചിങ്ങും ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. നല്ല ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് ആണ് ത്രൂ ഔട്ട് ദ ബുക്ക് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. Next one is A Good Girl Guide to Murder by Holly Jackson.
ഈ ബുക്ക് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതും തന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഹൈപ്പായ ഒരു ബുക്കാണ്. പക്ഷെ ഇത് ഹൈപ്പിന് വേർത്ത് ആണ് കേട്ടോ, വേർത്ത് ദ ഹൈപ്പാണ് ഈ ബുക്ക്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് പിപ്പ. പിപ്പ ഒരു ടീനേജർ ആണ്. അവളുടെ സ്കൂൾ പ്രൊജക്റ്റ് ആയിട്ട് അവരുടെ നാട്ടിൽ സോൾവ് ആവാത്ത ഒരു മർഡർ ആണ് അവള് പ്രൊജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ മർഡർ നടന്നത് ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആൻഡ്രൂ ബെൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് മിസ്സിംഗ് ആവാണ്. മിസ്സിംഗ് ആയതിന്റെ ശേഷം പിന്നെ ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ അത് മർഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പൊ തന്നെ ഈ ആൻഡ്രൂ ബെല്ലിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്ന സാലിനെ അവര് പോലീസ് അറസ്റ്റ് ചെയ്യും. പോലീസിനൊരു നോഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് സാല് തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് സാലിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിന്റെ ശേഷം അവനെ ഒരുപാട് ടോർച്ചർ ചെയ്യും. അപ്പൊ സാല് കൺഫ്യൂസ് ചെയ്യും, ഞാൻ തന്നെയാണ് ചെയ്തത്. നെക്സ്റ്റ് ഡേ സാല് തൂങ്ങി മരിക്കും. അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടന്നിട്ട് 5 വർഷങ്ങളായി. ആൻഡ് അതിനുശേഷം പിന്നെ ഈ കേസ് ആരും എടുത്തിട്ടില്ല, കാരണം കേസ് ക്ലോസ് ചെയ്തു. ആഫ്റ്റർ 5 years പിപ്പ അവളുടെ സ്കൂൾ പ്രൊജക്റ്റ് ആയിട്ട് ഈ കേസ് എടുക്കുക. ആൻഡ് പിപ്പ അതിലോട്ട് ഡീപ് ഡൈവ് ചെയ്യുമ്പോഴാണ് പിപ്പക്ക് ഒരുപാട് ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കൽ തുടങ്ങും. അവൾക്ക് കുറച്ച് നോട്ട്സ് കിട്ടും, ലൈക്ക് നീ ഇത് അന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവൾക്ക് മനസ്സിലാവും ഒരു കില്ലർ ഉണ്ട്, അവളെ ചുറ്റുപറ്റി കില്ലർ പുറത്തന്നെ ഉണ്ട്, ആ ആളെ കണ്ടുപിടിച്ചിട്ടില്ല. സോ അവൾക്ക് കൂടുതൽ ക്യൂരിയസ് ആവും. അപ്പൊ നമ്മൾ ആസ് എ റീഡർ ഇത് വായിക്കുമ്പോൾ നമ്മൾ പിപ്പയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ബുക്ക് വായിക്കുന്നത്. പിപ്പ ഒരു യങ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പിപ്പനെ നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിപ്പ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രീഗിങ് ആയിരുന്നു ഈ ബുക്ക്. ആസ് എ റീഡർ പിപ്പയുടെ കൂടെ നമ്മളും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്, നമുക്കും അറിയണം എന്താണ്. കാരണം പിപ്പ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് സാൽ അല്ല കില്ലറിന്. കാരണം പിപ്പക്ക് സാലിനെ അടുത്ത് അറിയാം. അപ്പൊ സാൽ ഇങ്ങനെ ഒരാളല്ല, ഇങ്ങനെ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളല്ല എന്ന് പിപ്പയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിപ്പയ്ക്ക് ഇത് തെളിയിച്ചേ മതിയാവും. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. പ്ലോട്ട് ട്വിസ്റ്റ് ഭയങ്കര ക്രെഡിബിൾ ആണ്. എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചത് പോലും ഇല്ല. ആൻഡ് അറ്റ് ദ എൻഡ് നമുക്ക് നല്ലൊരു ത്രില്ലർ വായിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് മർഡർ റോഡ് ബൈ സിമോണി സെയിന്റ് ജെയിംസ്. ഇത് ഒരു പാരനോമൽ ത്രില്ലറാണ്. അപ്പൊ ഗോസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള ത്രില്ലേഴ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓതറിന്റെ എല്ലാ ബുക്സും തന്നെ അങ്ങനെ പാരനോമൽ ആയിട്ടുള്ള ബുക്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഇതിൽ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ ഈ ബുക്ക് ഡിസേർവ് ചെയ്യുന്നില്ല. എനിക്കിത് അത്രയും നല്ലൊരു ബുക്കായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇതിന്റെ എന്താ പറയുക, പ്ലോട്ട് ട്വിസ്റ്റ് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു, ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക് ക്രാക്ക് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് ലോ റേറ്റിംഗ് ആണ്. ഈ ബുക്ക് ഒരു എക്സെപ്ഷൻ ആട്ടോ എന്റെ ലിസ്റ്റില്. അപ്പൊ ഇത് ഞാൻ ലോ റേറ്റിംഗ് കൊടുത്തൊരു ബുക്കാണ്, കാരണം എനിക്കിത് ഭയങ്കര ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പോലും ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് തോന്നി. ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമുക്ക് 1 സിറ്റിംഗിലൊക്കെ വായിക്കാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ബുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യാം ഇതിലെന്ന്. അപ്പൊ ഇതില് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ, ആപ്രിൽ ആൻഡ് എഡി, അവർ രണ്ടുപേരും ഹണിമൂൺ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് യാത്ര ചെയ്യണം. അതിന്റെ സമയത്ത് അവർ മാപ്പിൽ റോങ് ടേൺ എടുക്കുകയാണ്. പോകുന്ന സമയത്താണ് ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരാളെ റോഡ് സൈഡിൽ കാണുന്നത്. അപ്പൊ ഒരു ഗേൾ ആയിരുന്നു അത്. അങ്ങനെ അവളെ അവര് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴത്തേന് ആ കുട്ടി മരിച്ചതിന് ശേഷം പിന്നെ പോലീസ് പറയും കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവുമ്പോഴാണ് മനസ്സിലായത് ഈ റൂട്ടിൽ ഇതുപോലെ കുറച്ച് മർഡർ മുന്നേ നടന്നിട്ടുണ്ട്. അപ്പൊ ആ റോഡ് ശരിക്കും ഹോണ്ടഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്തൊക്കെയോ പാരനോമൽ ആക്ടിവിറ്റീസ് ആ റോഡിലുള്ളവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ ഇതില് ഡീപ് ഡൈവ് ചെയ്യുമ്പോൾ ഇവരും ഇതിൽ ഇൻവോൾവ് ആവുകയാണ്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നല്ല ഫാസ്റ്റ് പേസ്ഡ് ആണ്, നല്ലൊരു ഈസി ആയിട്ടുള്ള ത്രില്ലർ ആയിരുന്നു. ബട്ട് കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മേ ബി ബിഗിനേഴ്സിന് അത്ര ക്രാക്ക് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. സോ ഇഫ് യു ലവ് പാരനോർമൽ ത്രില്ലേഴ്സ് ദെൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ഓൺലി വൺ ലെഫ്റ്റ് ബൈ റൈലി സേഗർ. അപ്പൊ റൈലി സേഗർ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ത്രില്ലർ ഓതറാണ്. പൊതുവെ ഓൾമോസ്റ്റ് എല്ലാ ത്രില്ലേഴ്സും റൈലി സേഗറിന്റെ എനിക്ക് ഇഷ്ടമാണ്, ലൈക്ക് 1-2 ഒഴികെ. ഇതും നല്ല ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ തന്നെ ആയിരുന്നു. സോ ദ മെയിൻ ക്യാരക്ടർ ആണ് കിറ്റ്. അവളൊരു കെയർ ടേക്കർ, സ്പീഷ്യസ് ആയിട്ട്
ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസിൽ അവളുടെ പേഷ്യന്റ് മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അത് അവളുടെ ജോബിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. സംഭവം അവളൊന്നും അതിൽ ചെയ്തിട്ടില്ല, ബട്ട് എന്താണ് സസ്പീഷ്യസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു ചീത്തപ്പേര് വരും. അപ്പൊ അതിനുശേഷം അവൾക്ക് അവളുടെ ഏജൻസി അവൾക്ക് ജോബ്, ഒരു കെയർ ടേക്കർ ആയിട്ടുള്ള ജോബ് ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരും ഏറ്റെടുക്കാത്ത ഒരു പേഷ്യന്റിനെ അവൾക്ക് ജോബായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് കിറ്റ് അവളുടെ പേഷ്യന്റ് ലെനോറ ഹോപ്പിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ലെനോറ ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഒരുപാട് ക്രൈംസ് ചെയ്ത ഒരാളാണ്. അവളുടെ ഫാദറിനെ മദറെ അവൾ വെട്ടിക്കൊന്നു, അതുപോലെ തന്നെ അവളുടെ സ്വന്തം സിസ്റ്ററിനെ അവള് തൂക്കിക്കൊന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഡിസേബിൾഡ് ആണ്, അവളൊന്നും സംസാരിക്കില്ല. അങ്ങനെയാണ് കിറ്റ് ഇവളുടെ കെയർ ടേക്കർ ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ ഈ ലെനോറ പൊതുവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല് മൊത്തം അവൾക്കൊരു ടൈപ്പ് റൈറ്റർ ഉണ്ട്, അതിൽ എഴുതിയിട്ട് മെസ്സേജസ് കൊടുത്തിട്ടാണ് അവൾ കിറ്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഈ ലെനോറയുടെ സ്റ്റോറി ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ കിറ്റ് ശരിക്കും പേടിക്കും. കാരണം കിറ്റിന് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ശരിക്കും ലെനോറ ഇത് ചെയ്തിട്ട് അവളെ പറ്റിക്കുകയാണോ, അതോ ലെനോറയ്ക്ക് ഇനി ഇവളെ കൊല്ലണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവളുടെ മൈൻഡിൽ. അങ്ങനെയാണ് ഈ കഥ അൺഫോൾഡ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. നമുക്ക് ക്യൂരിയോസിറ്റി ഇങ്ങനെ അങ്ങേയറ്റായിരിക്കും. എന്താണെന്ന് അറിയാം, നമ്മൾ ഭയങ്കര എഡ്ജിൽ നമ്മളെ എത്തിക്കുന്ന ടൈപ്പ് ഓഫ് ത്രില്ലറാണ്. ത്രൂഔട്ട് ദി ബുക്ക് ലാസ്റ്റ് ഒരു 100 പേജസിൽ തുരുതുരേ പ്ലോട്ട് ട്വിസ്റ്റ് ആണ്. ഒരു 75, 80, 85, ഈവൻ അറ്റ് ദ എൻഡ് ഓഫ് ദി പേജ് നമുക്ക് പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. എൻജോയ്മെന്റ് ലെവല് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. വായിക്കുമ്പോൾ നല്ല ഫണ്ണായിരുന്നു ഓരോ പ്ലോട്ട് ട്വിസ്റ്റ് കാണുമ്പോഴും. ആൻഡ് ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം. ദ നെക്സ്റ്റ് വൺ ഇസ് ഹിഡൻ പിക്ചേഴ്സ്. ഇതൊരു ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് മാലറി. അപ്പൊ മാലറി ഈ പറഞ്ഞ പോലെ ഡ്രഗിനോട് കുറച്ച് ഇതാണ്. അതുകൊണ്ട് തന്നെ അവള് റീഹാബിലായിരുന്നു കുറച്ചു കാലം. അങ്ങനെയാണ് ഒരു കാരലിന് എന്ന് പറഞ്ഞ ഒരു ലേഡി ഇവളെ അപ്രോച്ച് ചെയ്യുന്നത്. കാരലിനും അവളുടെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ മകനെ ടെഡിനെ. ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. എന്താ പറയാ, അപ്പൊ അതുകൊണ്ട് തന്നെ അവന് കുറച്ചൊരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവനോട് സിങ്ക് ആവും എന്ന് തോന്നിയിട്ടാണ് ഇവര് ജോലിക്ക് ആരെ വെക്കുന്നത്, മാലറിനെ വെക്കുന്നത്. അങ്ങനെ മാലറി പിന്നെ ടെഡിനായിട്ട് പെട്ടെന്ന് സിങ്ക് ആവട്ടോ. ടെഡിക്ക് എല്ലാവിധ സ്പേസും കൊടുക്കും മാലറി. പിന്നെ അതുപോലെ തന്നെ മാലറി അവനെ നന്നായി കെയർ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടെഡ്, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും. അങ്ങനെ അവൻ വരയ്ക്കുന്ന പിക്ചേഴ്സ് ഒക്കെ മാലറി ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുമ്പോൾ മാലറിക്ക് മനസ്സിലാവും എന്തൊക്കെയോ ഫിഷി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവൻ വരയ്ക്കുന്നത്. എന്തോ ഒരു സ്റ്റോറിയൊക്കെ പോലെ. നേരെ മറിച്ച് അവനോട് എന്താണെന്ന് ചോദിച്ചാൽ അവനൊന്നും അറിയില്ല, അവനൊന്നും പറയില്ല. അപ്പം ബട്ട് അവന്റെ പിക്ചേഴ്സ് എന്തൊക്കെയോ സ്റ്റോറി പറയുന്ന പോലെ അവൾക്ക് മനസ്സിലാവും. അപ്പോഴാണ് അവൾക്ക് ശരിക്കും ഈ ഫാമിലി ഇത്രയും ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്ന എന്തിനാണ്, ഇവർ രണ്ടുപേരും ഇവള് വിചാരിക്കുന്ന പോലെ കൈൻഡ് ആണോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇവളെ ഉള്ളിൽ വരികയാണ്. അങ്ങനെയാണ് സ്റ്റോറി അൺഫോൾഡ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താ പറയുക, ഇതിൽ വില്ലൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ വില്ലൻ ഉണ്ട്. എന്നാലും വില്ലൻ ആയത് എന്തുകൊണ്ടാണ്, ഒരു നിസ്സഹായ അവസ്ഥ കൊണ്ട് വില്ലൻ ആയതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ്, ഒരു സാറ്റിസ്ഫൈഡ് എൻഡിങ്, നമുക്ക് നല്ല ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒരു ത്രില്ലർ ആയിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. നെക്സ്റ്റ് വൺ ഈസ് ലോക്കൽ വുമൺ മിസ്സിംഗ്. ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വായിച്ചൊരു ബുക്ക് കേട്ടോ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ വായിച്ച സമയത്ത് എനിക്കിത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഇത്രയും കാലമായിട്ട് ബുക്സ് വായിച്ചിട്ട് ഇത്രയും ഇമ്പാക്ട് ചെയ്ത ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇല്ല. ബട്ട് അത് ആ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ അത്രയും ഇമ്പാക്ട് ചെയ്തുള്ളൂ. അതിനുശേഷം ആ സ്റ്റോറി ലൈൻ മാറി. അപ്പൊ ഇതൊരു പ്രൊലോഗൊക്കെ പോലെ, ബട്ട് സ്റ്റിൽ അതിന്നും എൻ്റെ മനസ്സിലുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ഈ ഓതറിൻ്റെത്. അപ്പോൾ ഇതൊരു സ്മോൾ ടൗണിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. റീസെൻ്റ്ലി ഡെലീലിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മിസ്സായിരുന്നു. ആ കുട്ടി ഇപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചു വന്നിരിക്കുകയാണ് ടൗണിക്ക്. അപ്പോൾ അവൾക്ക് പോലും അറിയില്ല എന്താ സംഭവിച്ചത്, എന്തായിരുന്നു, അവൾ എവിടെ ആയിരുന്നു, എന്താണ് അവൾക്ക് ഉണ്ടായതെന്നൊന്നും അവൾക്ക് അറിയില്ല. അവൾക്ക് മെമ്മറി അറിയില്ല, അവൾക്ക് മെമ്മറി ലോസ് ആണ്. അവളെ ഈ ടൗണിൽ തന്നെ ആയിരുന്നോ, അവൾ ഇവിടെ വളർന്നതാണോ എന്ന് പോലും, കാരണം അത്രയും ചെറിയ കുട്ടിയായപ്പോൾ മിസ്സായതാണ്. മെരഡിത്ത് എന്ന് പറഞ്ഞ ഒരു ലേഡി, അവളുടെ ഭർത്താവ് ജോഷ്, അവര് നല്ല ഹാപ്പി ഫാമിലി. അവൾക്ക് 2 കുട്ടികളാണ്, ഡെലീലിയ പിന്നെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഹാപ്പി ഫാമിലി, അവളൊരു നേഴ്സാണ്, അങ്ങനെ അവർ നല്ല ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മെറിഡിത്തും ഡെലീലിയും കൂടി മിസ്സാകുന്നത്. അതിനുശേഷം ജോഷി ശരിക്കും തകരും. കാരണം എവിടെയാണ് പോയത്, എൻ്റെ പെട്ടെന്ന് വെച്ച് ഭാര്യയും മകളും മിസ്സാവില്ലേ. അങ്ങനെ പിന്നെ ലേറ്റർ ഓൺ മെറിഡിത്തിന്റെ ബോഡി ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടും. അപ്പൊ അവള് സൂസൈഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇവനാകെ കൺഫ്യൂസ്ഡ് ആവും, എന്തിനാണ് സൂസൈഡ് ചെയ്തത്. അപ്പോഴും ഡെലീലി എവിടെയെന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെയാണ് 11 വർഷങ്ങൾക്ക് ശേഷം ഡെലീലിയെ തിരിച്ചു വന്നിരിക്കുക. എവിടേക്കാണ് ഇവർ രണ്ടുപേരും പോയതെന്നോ അല്ലെങ്കിൽ മെറിഡിത്തിന് എന്ത് സംഭവിച്ചെന്നൊന്നും അറിയില്ല. ഈവൻ ജോഷിന് ഇത് എൻ്റെ മകളാണോ എന്ന് പോലും ഉറപ്പ് വരുത്താൻ കഴിയുന്നില്ല. അത്രയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ത്രൂ ഔട്ട് ദ ബുക്ക് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടേഴ്സിനായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി പോകും. അതാണ് കാരണം, ഇതൊരു സ്മോൾ ടൗൺ ബുക്ക് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനായിട്ടും നമ്മൾ അടുത്തു പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിക്കുന്നതൊക്കെ നമുക്ക് എന്താ പറയുക, ഇമോഷൻസ് ഉണ്ടാവും, നമുക്ക് ഫീൽ ചെയ്തു പോകും. അങ്ങനെയുള്ള ഒരു ത്രില്ലർ ആയിരുന്നു ഇത്. ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. പ്ലോട്ട് ട്വിസ്റ്റ് ഒക്കെ നല്ല ക്രെഡിബിൾ പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആൻഡ് ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം. നെക്സ്റ്റ് വൺ ഈസ് കൺഫെഷൻസ്. ഇതൊരു ജപ്പാൻ ബുക്കാണെന്ന് തോന്നുന്നു. അതിൽ നിന്ന് ട്രാൻസ്ലേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഇതൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ബുക്കാണ്. ആൻഡ് ഇത് ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ ത്രില്ലറാണ്, പക്ഷെ ഒരു റിവെഞ്ച് ത്രില്ലറാണ്. അപ്പൊ ഇതിലൊരു പ്ലോട്ട് ട്വിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ബുക്കൊന്നുമല്ല. എന്താ പറയാ, ഇതിൽ സ്റ്റോറി ഭയങ്കര ഡാർക്കാണ്. കാരണം റിവെഞ്ച് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് ഫീലിംഗ് ആയിരുന്നു. കുറച്ച് എന്നെയൊക്കെ ഭയങ്കരമായിട്ട് അൺസെറ്റിലിംഗ് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പം ഇതിൽ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ടീച്ചർ, അപ്പം മിഡിൽ സ്കൂളിനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. ആ ടീച്ചറിന് അതിൻ്റെ മകളെ ഭയങ്കര ഇഷ്ടമാണ്. അവർ രണ്ടുപേരും അത്രയും നല്ലൊരു മദർ ഡോട്ടറാണ്. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം മകളെ ഈ ടീച്ചർ സ്കൂൾക്ക് കൊണ്ടുവരും. അങ്ങനെ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ മകൾ അവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് തിങ് ഈ ടീച്ചർ കാണുന്നത് എന്താ വെച്ചാൽ ഈ മകള് സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് മരിച്ചു. പിന്നെ നടക്കുന്നതൊക്കെ ഈ ടീച്ചറിന്റെ ഗ്രീഫ് കാരണം, ആങ്കർ, അത്രയും ഉള്ളിലുള്ള പക കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളാട്ടോ. ഈ ടീച്ചറിന് ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയാം, ഈ ടീച്ചറിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളിൽ ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടീച്ചറിന് അത് റിവെഞ്ച് ചെയ്യണം. കാരണം അത്രയും ഒരു ഗ്രീഫിലാണ് ടീച്ചർ നിൽക്കുന്നത്. ഈ ടീച്ചർ ചെയ്യുന്ന റിവെഞ്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈം ചെയ്ത കുട്ടി വരും, ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു വരും. അങ്ങനത്തെ രീതിയിലാണ് ഈ ടീച്ചർ റിവെഞ്ച് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ ബുക്ക് സെയിം സ്റ്റോറി തന്നെ നമുക്ക് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവില് കിട്ടും. ടീച്ചറെ പേഴ്സ്പെക്റ്റീവില് കിട്ടും, പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികളെ പേഴ്സ്പെക്റ്റീവില്, അതുപോലെ ക്രൈം ചെയ്ത കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിലൊക്കെ നമുക്കിത് കിട്ടും. ആൻഡ് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു റിവെഞ്ച് ആണ്. കാരണം ഒരു ടീച്ചർ ഇത് കുട്ടിയോട് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര അൺസെറ്റിലിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ആ ടീച്ചർ അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ വലിയൊരു ക്രൈം ഇനിയും ക്രൈം ജീവിതത്തിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര അൺസെറ്റിലിംഗ് ആയിട്ട് തോന്നും. ഓൾസോ നിങ്ങൾ ട്രിഗർ വാർണിംഗ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഇഫ് യു ലവ് സച്ച് ഡാർക്ക് thrillers, then definitely check this out. നമ്മൾ ലിസ്റ്റിൽ അവസാനം എത്തിട്ടോ. അപ്പോൾ ലാസ്റ്റ് ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ദ ലാസ്റ്റ് തിങ് ഹി ടോൾഡ് മീ. അപ്പോൾ ഇതൊരു ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഇത് ത്രില്ലർ ആണോ മിസ്റ്ററി ആണോ എന്ന് അറിയില്ല, മിസ്റ്ററി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലൊരു പ്ലോട്ട്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലോട്ട് ട്വിസ്റ്റ് ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി അല്ല. ബട്ട് നമുക്ക് പല കാര്യങ്ങളും അറിയില്ല, അപ്പൊ അത് കണ്ടെത്തുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു മിസ്റ്ററി കൈൻഡ് ഓഫ് ബുക്കാണ്. ആൻഡ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നല്ലൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട്, നമുക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഇല്ലാത്തൊരു ത്രില്ലർ. മെയിൻ ക്യാരക്ടറാണ് ഹന്ന. അപ്പൊ ഹന്ന വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ദിവസം ഓവനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓവൻ ഒരു സിംഗിൾ പാരന്റ് ആണ്. അവന്റെ ഭാര്യ മരിച്ചുപോയി. അപ്പൊ അവനക്കൊരു മോളുണ്ട്. അപ്പൊ അവനൊരു സിംഗിൾ പാരന്റ് ആണ്. അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് നല്ല സിങ്കായി അവര് ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ റിലേഷൻഷിപ്പ്, അങ്ങനെ അവർ മാരി ചെയ്യും. അവർ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ ആകൊരു സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹന്നയും ഈ മകളും തമ്മിൽ വലിയൊരു ബന്ധമില്ല. കാരണം മകൾക്ക് പെട്ടെന്നൊരു സ്റ്റെപ്പ് മദറിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതല്ലാതെ എല്ലാം അവരുടെ ലൈഫിൽ പെർഫെക്റ്റ് ആണ്. നല്ല പെർഫെക്റ്റ് ജോബ്, നന്നായിട്ട് മകളെയും അവളെയും കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹന്ന വീട്ടിൽ വരുമ്പോഴാണ് ഒരു നോട്ട് കിട്ടും. അപ്പൊ ആ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും പ്രൊട്ടക്ട് ഹെർ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിസ്സിങ് ആയതെന്ന് ഒരു ഐഡിയ ഇല്ല.
അങ്ങനെ അവര് കുറച്ച് ഡിഗ് ചെയ്യുകയാണ് ഇവന്റെ ജീവിതം, ലൈക്ക് അവന്റെ ചൈൽഡ്ഹുഡൊക്കെ കണ്ടുപിടിക്കുകയാണ്. ത്രൂ ഔട്ട് നമുക്ക് അവന്റെ ലൈഫ് എന്തുകൊണ്ടാണ് അവൻ മിസ്സായത് എന്നാണ് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയാണ് ഇത് എത്തുന്നത്. ലാസ്റ്റ് ഒരു മേജർ പ്ലോട്ട് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്കിപ്പോഴും അതിന്റെ ആ ഒരു വായിച്ച മൊമെന്റ്സും അതിനോടുള്ള ഇമോഷൻസും എൻ്റെ ഉള്ളിലുണ്ട്. സോ ഇറ്റ് വാസ് എ 5 സ്റ്റാർ റീഡ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇതുവരെ ഞാൻ വായിച്ചതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണിത്. അപ്പം അങ്ങനെ ഒരു യുണീക്ക് ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വായിച്ചു നോക്കുക. എനിക്ക് ഉറപ്പാണ്, ട്രസ്റ്റ് മീ, നിങ്ങൾക്കും ഇതേ അഭിപ്രായമായിരിക്കും. സോ അബൌട്ട് ദ വീഡിയോ, എൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുമെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ഇതുപോലെ ഒരുപാട് ത്രില്ലേഴ്സ് വേറെ ഉണ്ട്. സോ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ജോൺറ വൈസ് ഉള്ള റെക്കമെൻഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂ, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ കോണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.